ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ പെട്ടി പാക്ക് ചെയ്യണം ഗൈസ്. ഇതൊക്കെ ഞാൻ കൊണ്ടുപോകുന്ന സാധനങ്ങളാണ്. ഓക്കെ, ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നുള്ളൂ. വളരെ കുറച്ച്, ഒരു 40 കിലോ അത്രയ്ക്ക് ഞാൻ കൊണ്ടുപോകുന്നുള്ളൂ. അപ്പം പിന്നെ ആദ്യമായിട്ട് പോകുന്നതിൻ്റെ ഒരു തിക്കും തിരക്കുണ്ട് ഇവിടെ. അതായത് ജോലിക്കായിട്ട് പോകുമ്പോൾ അതിന് വേറൊരു ഇതുണ്ടല്ലോ, ഇത് പണിയെടുക്കണല്ലോ. അതെ, പോടാ. അപ്പം അങ്ങനെ അപ്പം പിന്നെന്താ, പിന്നെ കുറേ കാര്യങ്ങളൊക്കെ വിട്ടുപോകൊണ്ട് തോന്നുന്നു, അറിയില്ല. അപ്പം എന്തായാലും കാണാം. ഞാൻ നാളെ പോവാണ്. അപ്പം അതിൻ്റെ ശോകാവസ്ഥയിലാണ് ഞാനിപ്പോൾ ഇരുന്നുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ എൻ്റെ അച്ഛനൊക്കെ പോയിരുന്ന മാനസികാവസ്ഥ ഞാൻ അധികമായിട്ട് മനസ്സിലാക്കുന്നത് പോകുമ്പോഴാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ടഫാണ് ഗൈസ്. അപ്പം ഇനിയിപ്പോൾ എനിക്ക് പൈസ മാറ്റാനുണ്ട്. ഇന്ത്യൻ കറൻസി മാറ്റിയിട്ട് ഇവിടുന്ന് മാറ്റി പോവാണ്. അപ്പം അതിനുവേണ്ടി പോവാണ്. പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അപ്പം ഇന്ന് വൈകിട്ട് ഇവിടെ കസിൻസൊക്കെ വരും. അവരൊക്കെ ആയിട്ടൊന്ന് ചില്ലായിട്ട് ബാക്കി പരിപാടികൾ. അങ്ങനെ കാശ് തുറന്നപ്പോഴേക്കും പിറ്റേ ദിവസമായിട്ടോ. പിന്നെ നേരെ മുലൻസിക്ക് വിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണ്ടായിരുന്നു. അതൊക്കെ മേടിച്ച് ഷടേന്ന് വീട്ടിലേക്ക് എത്തി. പാക്കിംഗ് ഒക്കെ നടത്തി കഴിഞ്ഞതുകൊണ്ട് ഡ്രസ്സ് ഇടാനുണ്ടായിരുന്നുള്ളൂ. നല്ല ബിരിയാണി അമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ബിരിയാണിയൊക്കെ കഴിച്ച് ഞങ്ങളെല്ലാവരും പുറപ്പെടാൻ റെഡി ആയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ് എൻ്റെ കുറേ സെൽഫി അപാരതകളാണ് ഗൈസ് നിങ്ങൾ കാണുന്നത്. ഓപ്പിയായിട്ടും ചേട്ടനായിട്ടും അമ്മയായിട്ടും എല്ലാവരുമായിട്ടും ഞാൻ സെൽഫി ഇട്ട് തട്ടിച്ച് തിമിർത്ത് അങ്ങനെ ഇറങ്ങുവാണ്. അപ്പോൾ എന്തായാലും ഡാഡിയാണ് ഡ്രൈവ് ചെയ്യുന്ന, ആസ് യൂഷ്വൽ ഡാഡിയാണ് കൊണ്ടാക്കുന്നത്. അപ്പം നമ്മളെല്ലാവരും കൂടിയിട്ട് ഇതാ ഇറങ്ങുവാണ്. എല്ലാവരും നല്ല ഹാപ്പിയാണ്. എന്നാൽ ഞാൻ ഹാപ്പിയാണോ ശോകമാണോ എന്ന് എനിക്കറിയാത്തൊരു സിറ്റുവേഷനാണ് ഞാൻ ഇരിക്കുന്നത്. എന്തായാലും നമ്മളെല്ലാവരും കൂടിയിട്ട് നേരെ പോകുന്നത് നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്കാണ് ഗൈസ്. അല്ലാണ്ട് എങ്ങനെയാണ് ഫ്ലൈറ്റ് കയറാൻ? ഞാൻ തൃശ്ശൂരാണല്ലോ. നമ്മളെല്ലാവരും കൂടി അങ്ങോട്ട് പോവാണ്. അപ്പോൾ എന്തായാലും ഇപ്പം അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ദാറ്റ് വാസ് എ ക്രൂഷ്യൽ സിറ്റുവേഷൻ. കാരണം നമുക്ക് ഭയങ്കര ഇമോഷണലി ഡൗൺ ആവാനായിട്ട് സാധ്യതകളുള്ളൊരു ചാൻസ് ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ഒരുപാട് ഇമോഷൻസ് ഇവിടെ വിട്ടിട്ടാണല്ലോ പോകുന്നത്. അപ്പം എനിക്കിത് ഭയങ്കര എഫക്റ്റായി. നമ്മളിപ്പം ഓരോ പ്രവാസികളും പോകുന്നത് പറയുമ്പോൾ നമുക്ക് വിലയില്ല, പക്ഷെ പോകുമ്പോൾ ഇറ്റ് ഈസ് ഡിഫറെൻറ്റ്. അപ്പം അങ്ങനെ കണ്ണടച്ച് തുറന്നപ്പോഴേക്കും ദാണ്ട് കിടക്കുന്നു. നമ്മൾ എയർപോർട്ടിലെത്തി കേട്ടോ. പെട്ടെന്ന് എത്തിയ പോലെ എനിക്ക് തോന്നി. കാരണം അച്ഛനെയൊക്കെ കൊണ്ടാക്കാൻ വേണ്ടി നമ്മൾ പോകുന്ന സമയത്ത് നോർമലി നമുക്ക് ഉറങ്ങണം, എന്താ പറയുക, തലവേദന എടുക്കണം, ആ ഒരു സിറ്റുവേഷനാണ്. ഇതിപ്പോൾ പെട്ടെന്ന് എത്തി. അപ്പോഴേക്കും ഡാഡി ലഗേജൊക്കെ ഇറക്കി തന്നു. നേരെ ഞാൻ ട്രോളിയിൽ വെച്ച് അങ്ങനെ അകത്തേക്ക് പോയി. അകത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ കുറേ നേരം വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. നമ്മൾ കുറച്ച് നേരത്തെ എത്തി. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമുക്ക് ബോർഡിംഗ് പാസും കാര്യങ്ങളൊക്കെ കിട്ടി. ഞാനൊരു സ്ഥലത്ത് സെറ്റിലായി, ലോഞ്ചിൽ പോയിരുന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് നിമിഷങ്ങൾ മണിക്കൂറുകളായി മാറിയ സമയമായിരുന്നു. കാരണം നല്ല വെയിറ്റിംഗ് ഉണ്ടായിരുന്നു കുറച്ച് സമയം. ആദ്യമൊക്കെ നല്ല ഷോ ആയിരുന്നു. പിന്നെ അത് അശോകമായി ഗൈസ്, ഇതുപോലെയായി. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഫ്ലൈറ്റിലേക്ക് പോവുകയാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ പറയാൻ മറന്നു, നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു ചേച്ചീനെ കമ്പനിക്ക് കിട്ടി കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ ഫ്ലൈറ്റിൽ കയറാൻ പോവുകയാണ്. ലഗേജ് കാര്യങ്ങളൊക്കെ ഓൾറെഡി കൊടുത്തു. പിന്നെ കയ്യും വീശിയല്ല, ഒരു ഹാൻഡ് ബാഗ് ഉണ്ട് കയ്യിൽ. അപ്പോൾ അതൊക്കെ ആയിട്ട് നമ്മൾ ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ ചെന്ന് നമ്മൾ നമ്മളുടെ അബുദാബിയിലേക്ക് പോകാനുള്ള വാഹനം, അഥവാ നമ്മൾ ഫ്ലൈറ്റിൽ കയറാണ് ഗൈസ്. അപ്പം എനിക്ക് വിൻഡോ സീറ്റാണ് കിട്ടിയത്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് വിൻഡോ സീറ്റ് വേണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. കാരണം രാത്രിയാണൊന്നും കാണാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും ഇറങ്ങുമ്പോഴും ടേക്ക് ഓഫിൻ്റെ സമയത്തും നമ്മളെ ലാൻഡിങ്ങിൻ്റെ സമയത്തും ഒക്കെ ആ ലൈറ്റ് അറേഞ്ച്മെൻറ്റും ഭംഗിയൊക്കെ അടിപൊളിയാണല്ലോ. അങ്ങനെ നോക്കിയപ്പോൾ കട്ടമഴ, ഒരു രക്ഷയുമില്ല. പിന്നെ കുറച്ച് നേരം മുടിയൊക്കെ കഴിച്ചിട്ട് കുറേ ഷോ ഒക്കെ കാണിച്ച് വീഡിയോ എടുക്കാമെന്ന് വെച്ചു. പിന്നെ നമ്മൾ തൊട്ടപ്പുറത്ത് ഇരുന്നിരുന്നത് നമ്മളുടെ സ്വന്തം നാട്ടുകാരനായിരുന്നു. അപ്പോൾ മൂപ്പരായിട്ട് കുറച്ച് നേരം നല്ല ഡാവൊക്കെ അടിച്ച് വർത്താനൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ചേച്ചി വന്നിട്ട് സുരക്ഷ എങ്ങനെ നമുക്ക് രക്ഷപ്പെടണം, എങ്ങനെയൊക്കെ നമ്മൾ സെക്യൂർ ആയിരിക്കണം, എന്തൊക്കെ നമ്മൾ ചെയ്യണം എന്നുള്ള അവരുടെ നോർമൽ ഡ്യൂട്ടീസ് അവർ ചെയ്യാൻ തുടങ്ങി. അത് കുറച്ച് നേരം കണ്ടിരുന്നു. അത് കാണാൻ കുറച്ച് രസമാണ്. ആൻഡ് ഷീ ലുക്ക് സോ ബ്യൂട്ടിഫുൾ ഗൈസ്. എന്ത് രസമാണ് കാണാനായിട്ട്, അടിപൊളിയായിരുന്നു. ഇതുപോലെ ഒരു കോപ്പി പേസ്റ്റും കൂടി ഉണ്ടായിരുന്നു. കാരണം ട്വിൻസ് പോലെ ആയിരുന്നിരുന്നത്. അപ്പോൾ എന്തായാലും അതൊക്കെ കഴിഞ്ഞ് നമ്മളുടെ ഫ്ലൈറ്റ് പതുക്കെ നീങ്ങാൻ തുടങ്ങി ഗൈസ്. മഴയ്ക്കൊരു കുറവില്ല. മഴയാണ് എന്നെ ചതിച്ചത് ഗൈസ്. കാരണം ഇവിടെ നിന്ന് പോകുന്ന സമയത്ത് മഴ കാരണം നമുക്കൊന്നും കാണാൻ പറ്റിയില്ലായിരുന്നു. പിന്നെ കുറച്ച് നേരം ഇപ്പോൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഫുഡ്. നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ ഫുഡ് ഓർഡർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനൊരു ജ്യൂസി ചിക്കൻ സാൻഡ്വിച്ചാണ് ഓർഡർ ചെയ്തത്. സത്യസന്ധമായിട്ട് പറയാമല്ലോ, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കുറേ എല്ലേക്ക് ആയിട്ട് കണ്ടോ എൻ്റെ വയൽ കയറി പോയത്. അപ്പോൾ എന്തായാലും നമ്മൾ ഫുള്ള് കഴിച്ചു. നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ ഒരു കുഞ്ഞു ബോട്ടിൽ വെള്ളം, അത് വെറുതെ കിട്ടിയതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ മുഴുവൻ കുടിച്ചു.
കംപ്ലീറ്റ് ഫിനിഷാക്കി കുറച്ച് നേരം നമ്മളിരുന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ മഴയല്ലേ, ഒന്നും കാണാനില്ല. പിന്നെ ഈ ലൈറ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ പിന്നെ അതൊക്കെ കുറച്ച് നേരം ഞാൻ വീഡിയോ എടുത്ത് അങ്ങനെയായിരുന്നു. പിന്നെ കുറച്ച് നേരം നമ്മൾ വേട്ടയാൻ ഫിലിം, അതുപോലെ തന്നെ പൂശാണ്ടി ഫിലിമിൻ്റെയൊക്കെ എൻ്റെ ഭാഗം കാണാനുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ കണ്ടു. ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോഴേ കുറച്ച് ഫിലിമൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടാണ് കേട്ടോ വന്നേ. പിന്നെ ഞാൻ കുറച്ച് നേരം അങ്ങോട്ട് കിടന്ന് ഉറങ്ങി ഗൈസ്. ഉറങ്ങി എൻ്റെ ലുക്കാണ് നിങ്ങൾ കാണുന്നത്. ഞാൻ നന്നായി ഉറങ്ങി, ഒരുപാടൊന്നുമല്ലെങ്കിലും. അത് കഴിഞ്ഞ് ഉറക്കമൊക്കെ കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് നിലത്തേക്ക് വയ്ക്കുമ്പോൾ ദാണ്ട് കിടക്കുന്നു UAE. നമ്മളങ്ങനെ ദുബായിലെത്തി ഗൈസ്. അപ്പം ഇത് ഈ കാണുന്നതാണ് നമ്മളുടെ ദുബായ്. അപ്പോൾ നമ്മളെന്തായാലും സോറി, ഞാൻ അബുദാബിക്കാണ് കേട്ടോ പോകുന്നത്. എന്നിരുന്നാലും നമുക്ക് ദുബായും കാണാമല്ലോ. അപ്പോൾ ഞാനിങ്ങനെ അതേ പുറത്തേക്ക് നോക്കിയപ്പോൾ വളരെ മനോഹരമായിട്ട് എന്ത് രസമാണെന്നറിയുക കാണാൻ. നമുക്കൊരിക്കലും നമ്മളുടെ കണ്ണിൽ കണ്ട കാര്യം ഒരിക്കലും ക്യാമറയിൽ കോപ്പി ചെയ്യാൻ പറ്റില്ല. എൻ്റെ ഒരു മാനസികമായിട്ടുള്ള ചിന്താഗതി വെച്ചിട്ട് എന്തൊക്കെ നമ്മൾ പ്രയത്നിച്ചാലും ഐ ആം ഡാം ഷുവർ ദാറ്റ് ഒരു പോയിൻ്റെങ്കിലും ക്വാളിറ്റി കുറവില്ലാണ്ട് നമുക്ക് കാണാൻ പറ്റില്ല. കാരണം അതൊരു ഫീലിംഗ് ആണ്, നമ്മളുടെ കണ്ണുകൊണ്ട് കാണുന്നത് ഇസ് വേറെ ലെവൽ ഫീലിംഗ് മോനെ. അപ്പോൾ എന്തായാലും നമ്മൾ ലാൻഡ് ചെയ്യാൻ പോവുകയാണ്. വളരെ മനോഹരമായ ഈ സാധനം. ഞാൻ കുറച്ച് നേരം വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ കൈ കളിച്ചു ഗൈസ്. അങ്ങനെ ഞാൻ എന്നെ തന്നെ കുറച്ച് നേരം വീഡിയോ എടുത്തു. പിന്നെ ലാൻഡ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഐ സ്റ്റാർട്ടഡ് നമുക്ക് കുറച്ചും കൂടി വീഡിയോ എടുക്കാം. കാരണം ആ ജാതി ലുക്കാണ് ഗൈസ് കാണാനായിട്ട്. എന്തോ ഭംഗിയാണ് കാണാൻ. ഇതൊക്കെ മാൻ ക്രിയേറ്റഡ് അല്ലേ? എൻ്റെ ചിന്ത പോണു ഗൈസ് സത്യമായിട്ടും. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ, ആ ക്വസ്റ്റ്യൻ ഞാൻ കണ്ടുപിടിച്ച് അല്ലേ. എന്തായാലും അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും അടിപൊളി വ്യൂ ആണ്, നമുക്ക് കാണാനും കാര്യങ്ങളൊക്കെ നല്ല രസമാണ്. അപ്പം ലാൻഡിങ് സമയത്ത് നമുക്ക് പിന്നെ മഴയുടെ ശല്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് നൈസാണ്. നമ്മളുടെ നാട്ടിലാണെങ്കിൽ മഴയാണ് കോര്, എന്താ പറയല്ല എന്നെ പേമാരി പിടിച്ച മഴയായിരുന്നു വരുമ്പം. പക്ഷെ ഇവിടെ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടായിരുന്നു, രസമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ലാൻഡിങ്ങും കാര്യങ്ങളൊക്കെ. കാരണം എനിക്ക് വിൻഡോ സീറ്റിലിരുന്ന് ഞാൻ ഉറക്കമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഉറങ്ങി പോയെങ്കിൽ ഞാൻ അത് മിസ് ചെയ്തേനെ. കറക്റ്റ് ടൈമിൽ ഞാൻ എണീറ്റു. അപ്പോൾ എനിക്കതൊക്കെ ക്യാപ്ചർ ചെയ്യാൻ പറ്റി കേട്ടോ. അതിൻ്റെ ഒരു സന്തോഷമുണ്ട് എനിക്ക്. അങ്ങനെ നമ്മൾ പതുക്കെ അങ്ങനെ ഇറങ്ങി നമ്മളിതാ ലാൻഡ് ചെയ്തു മക്കളെ. അങ്ങനെ ഞാൻ വീണ്ടും പ്രവാസി ജീവിതത്തിലേക്ക് കടക്കുകയാണ്. വീണ്ടും എന്ന് പറയുന്നതിന് കാരണം എൻ്റെ അച്ഛൻ പ്രവാസിയാണല്ലോ. അപ്പോൾ പ്രവാസിയുടെ സന്താനമാണല്ലോ, സത്യത്തിൽ പാളിപ്പോയതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ആദ്യമായിട്ട് പ്രവാസി ജീവിതത്തിലേക്ക് കടക്കുവാണ് കേട്ടോ. അപ്പം എൻ്റെ ആദ്യത്തെ ജോബാണ് പുറത്ത് ഒരു നാട്ടിലെ ആദ്യത്തെ ജോബല്ല, പക്ഷെ ഒരു പുറം നാട്ടിൽ ആദ്യമായിട്ടാണ് ഞാൻ വർക്കിന് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ വേറെ ലെവലാണ്. കുറച്ച് ടെൻഷനുണ്ട് എനിക്ക്, ഞാൻ കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. അങ്ങനെ നമ്മൾ എയർപോർട്ട് വഴി ദേ പോയി ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എൻ്റെ പെട്ടിയൊക്കെ എടുത്ത് ഞാൻ എൻ്റെ അച്ഛനെ കണ്ടു ഗൈസ്. അങ്ങനെ അച്ഛനാണ് എന്നെ പിക്ക് ചെയ്യാൻ വന്നത്. അച്ഛൻ അലൈനിലാണ് വർക്ക് ചെയ്യുന്നത്. അച്ഛൻ എനിക്ക് സിമ്മൊക്കെ എടുത്ത് തന്നു. നമ്മൾ നേരെ കാറിൽ കയറി നേരെ പോകുന്നത് അച്ഛൻ്റെ റൂമിലാണ്. അലൈനിലേക്കാണ് ഞാൻ പോയത്. അബുദാബി എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ അലൈൻ വെച്ച് പിടിച്ചു. കുറച്ച് നേരം ഇരുന്നപ്പോഴേക്കും അച്ഛനൊരു ഷവർമ്മ വാങ്ങി തന്നു, അത് കഴിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് നേരം ഉറങ്ങി റൂമിലെത്തിയപ്പം ദാ കിടക്കുന്നു നല്ല അവോക്കാഡോ ജ്യൂസ് മേടിച്ചു തന്നു. അപ്പോൾ അതൊക്കെ കുടിച്ചു. So that is how I reached at Abu Dhabi. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മളുടെ ഒരു കുഞ്ഞു വ്ളോഗ്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.